Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ് കാണുക. ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ ഒറാക്കിൾ സ്പ്രെഡ് എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്താണെന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് എല്ലാവരും തന്നെ കാണുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, അവരുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നോക്കുക നേരത്തെ കാണുന്നത് നിലവിലത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ദുഃഖം കാണുന്നുണ്ട്. കാരണം അത് നിങ്ങളെ വേർപിരിഞ്ഞിരിക്കുന്നതിലുള്ള ഒരു ദുഃഖമാണ് നമുക്കിവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി അത് ഹൃദയസ്പർശമായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ അഗാധമായിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും അതുപോലെ തന്നെ മേ ബി ഇതിപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് നിൽക്കുന്നൊരു സന്ദർഭം ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ കാണുന്നതെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വഴക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും വളരെയധികം ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളൊരു രീതിയാണ് കാണിക്കുന്നത്. ചിലപ്പം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സത്രത്തോളം അഗാധമായിട്ട് മുറിവേൽക്കാൻ സാധിച്ചതിലൊരു കാരണമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാൻ നേരത്തെ ഈ ഒരു പേഴ്സണ് പലതവണ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാണെങ്കിലും പല സ്വപ്നങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളിൽ നിങ്ങളെക്കുറിച്ചൊക്കെ വന്ന് മാഞ്ഞു പോകുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് യാഥാർത്ഥ്യത്തിലാകണം എന്നുള്ളൊരാഗ്രഹമാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും രാത്രി ആയിക്കോട്ടെ അതുപോലെ തന്നെ പകലായിക്കോട്ടെ അങ്ങനെ രാത്രികാല ചിന്തകൾ മാത്രമല്ല നമുക്കിവിടെ കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ 24 hours നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്തകളാണ് ഇവിടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മുൻപോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആഗ്രഹമില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല,
നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുമുണ്ട്. അതുമാത്രമല്ല ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ 10 ഓഫ് സോർട്സ് നോക്കുമ്പോൾ അറിയാം, ഈ 10 ഓഫ് സോർട്സ് ആയിക്കോട്ടെ 10 ഓഫ് വാൺസ് ആയിക്കോട്ടെ, ഇതെല്ലാം പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു സ്നേഹവലയത്തിൽ ഈ വ്യക്തി അതിതീവ്രമായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവലയത്തിൽ ഈ ഒരു വ്യക്തി വളരെയധികം മാനസികപരമായിട്ട് ഈ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് പിന്മാറുവാനൊന്നും സാധ്യത ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അത് അവരെ കഠിനമായിട്ട് തന്നെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു സ്നേഹം അവരുടെ തല തൊട്ടുന്ന് കാൽപാദം വരെ മൂടിയിരിക്കുവാണ്. അവരെ ആ നിങ്ങളുടെ സ്നേഹത്തിൽ തളച്ചിട്ടിരിക്കുവാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതും നിങ്ങളുടെ സംരക്ഷണയും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളും എല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ അത്രത്തോളം നിങ്ങൾ സ്വാധീനിച്ചത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ബന്ധം അത്രത്തോളം മിസ്സാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി നിലവിലൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ വളരെയധികം മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു സമയത്ത് ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആ ആഗ്രഹം നിലവിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും എന്നതാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓണം ഓഫർ പ്രൈസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.